മാജിക്കിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ്സ് നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏതായാലും ഇന്നും നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽസ് തീരുന്നില്ല. ഒരുപാട് സർപ്രൈസിങ് എലിമെന്റ്സ്. റെഡിയാണോ? റെഡി. സോ വെൽക്കം ഓൾ ഓഫ് യു. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ക്രിസ്മസ് ക്രിസ്മസിൽ കറക്റ്റ് ആ ഒരു വൈബ് തരാനായിട്ട് നമ്മുടെ റിമി ചേച്ചി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതാണ്. ആ വൈബ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ വൺസ് അഗൈൻ വി വെൽക്കം യു റിമി ടോമി. തുടങ്ങല്ലേ? അതായത് കഴിഞ്ഞ ഒരു 2-4 എപ്പിസോഡ് കണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലേ. ആദ്യമൊക്കെ എനിക്ക് അയ്യോ എങ്ങനെയാ അവരെ അല്ല നിങ്ങൾക്കും അങ്ങനെ ആയില്ലേ? എനിക്കിപ്പോ 4 എപ്പിസോഡിൽ ആദ്യത്തെ എപ്പിസോഡിൽ വന്നപ്പോ ചെറുതായിട്ടൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല, എന്തോ ഇപ്പൊ ഞങ്ങൾ സമയം പോണോ അറിയുന്നില്ല. അതെന്തറിയാ, ഇപ്പൊ നമ്മൾ ഒരു മിങ്കിളായി. ആദ്യം സ്റ്റാർട്ടിംഗ് ഡബിൾ ഉണ്ടായിരുന്നു. ഇത് ഷാരൂഖ് ഖാന്റെ പെർഫോമൻസിന് ശേഷമാണോ മിങ്കിളായി? ഒരു പാർട്ണറേയും കിട്ടി. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. അത് ഈ ഷോയിലൂടെ ഇങ്ങനെയൊക്കെ ചേച്ചി തമാശക്ക് പോലും പറഞ്ഞേക്കല്ലേ കൂടെ വന്നേക്കും. വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് ബെല്ലു അടിച്ചോണ്ട് കിടന്ന് കറങ്ങും. എന്റെ ജീവിതത്തിൽ ഇത്രയും സിനിമാ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും അന്യ സംസ്ഥാനത്ത് എന്നേക്ക് ഇത്രയും പേരെടുത്തുന്ന ഒരു പാട്ടാ കണ്ണാളൻ. പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, എനിക്കത് അറിയാൻ പറ്റും. ആ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞൊരു പരിപാടിയിലൂടെയാണ് എന്നെ തമിഴിലുള്ള ആൾക്കാർക്ക് ഓൺലൈനിലൊക്കെ എത്രയോ മില്യൺസ് ഒക്കെ ആ പാട്ട് പോയി. സോഷ്യൽ മീഡിയയിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു ഇത്രയും സിനിമാ പാട്ട് മലയാളത്തിൽ പാടിട്ട് പോലും തമിഴ്നാട്ടിൽ ആർക്കും എന്നെ അറിയത്തില്ല. പക്ഷേ ഈ വീഡിയോ പോയി സ്റ്റാർ മാജിക്കിലൂടെ ഞാനൊരു പാട്ടുകാരിയായിട്ട് തമിഴ്നാട്ടിൽ അറിയുമെന്ന് ഞാൻ ജന്മത്തിൽ വിചാരിച്ചു. സ്റ്റാർ മാജിക്കിലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നപ്പോ ഈ ഫ്ലോറിൽ നിന്ന് കണ്ണാളനെ പാടിയ ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരുന്നു അല്ലേ? തമിഴ് തെലുങ്കിന്ന് വരെ ആൾക്കാർ ഇത് എല്ലാ ഭാഷയിലുള്ള പാട്ടായതുകൊണ്ട്. അതേപോലെ രണ്ടാമത്തെ പാട്ട് എനിക്ക് പറയണം, തുമ്പി വാ തുമ്പക്കുടത്തിൽ. ഇത്രയും പാട്ടോട് ഇങ്ങനെ വൈറലായിട്ട് ഒരു പാട്ട് തുമ്പീവ. അതുകൊണ്ട് എപ്പോൾ എന്നെ വിളിച്ചാലും എനിക്ക് സന്തോഷം. കാരണം ഇതിനകത്ത് എന്ത് പറയുന്നോ, ഇതിനകത്ത് എന്ത് നമ്മൾ പാടുന്നോ അത് ഒരു എപ്പിസോഡിൽ ഇവിടെ നിൽക്കുന്നതല്ല, ഇത് ലോകം മൊത്തം കാണുന്ന ഒരു പരിപാടിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതാണ് പറഞ്ഞു വന്നത്. ശരിക്കും ഈ ലക്കി ചാം എന്നൊക്കെ പറയുന്ന പോലെ ലക്കി ഫാക്ടർ, ലക്കി എലമെന്റ് ഉള്ള ഒരു ഷോ ആണ് റിമി ചേച്ചിക്ക് നമ്മുടെ സ്റ്റാർ മാജിക് എന്നാ പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെല്ലാ ആർട്ടിസ്റ്റുകൾക്കും. കാരണം നമ്മളെയൊന്നും പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് പേര്, അതുപോലെ തന്നെ കേരളക്കരയിലെ ഒരു റിയാലിറ്റി ഷോന് അല്ലെങ്കിൽ ഒരു ഷോന്, ഒരു ഗെയിം ഷോന് ഇങ്ങനെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഏക ഷോ നമ്മുടെ സ്റ്റാർ മാജിക് എന്ന് വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ പറയും കേട്ടോ. ലക്കി ജാമല്ല, ഹാപ്പി ജാം. അതെ, ജാമാക്കാൻ വല്ല മാർഗമുണ്ടോ? അതെ, അത് പ്രേക്ഷകരാക്കിക്കോളും ഇങ്ങനെ അസ്ഥാനത്ത് പറയുമ്പോ. സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഒട്ടിപ്പിടി തട്ടിപ്പിടി. അനുവിന്റെ കുട്ടിത്തോണ്ട് അത് ഗെയിം കളിക്കും. അനുവിന്റെ കുട്ടിത്തങ്ങാനും ഇവിടെ എടുത്താ ഒട്ടിപ്പിടി തട്ടിപ്പിടി എന്ന് പറഞ്ഞ ഒരു ഗെയിം എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 2 ടീം ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കുക. ഒരു ടീമിൽ നിന്ന് 2 പേര് വരും. ഈ 2 പേരുടെ ബാക്കിലും കണ്ടോ നമ്മളിങ്ങനെ ഒരു ട്യൂബ്, ഈ ട്യൂബ് ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവർ 2 പേരും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച രീതിയിൽ ഓപ്പോസിറ്റ് ഇവർ നിൽക്കണം. അതിനുശേഷം മൂന്നാമത്തെ ഒരാള് ഈ ഒരു സൈഡിൽ വന്നിട്ട് ഒരു ബോൾ ഇങ്ങനെ മോളിൽ നിന്ന് പ്ലേസ് ചെയ്തിട്ട് കൊടുക്കും. അത് സ്ലൈഡ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് അത് ഇവരുടെ സെൻട്രലായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് കോർട്ടിലേക്ക് വന്നിട്ട് അതിങ്ങനെ പതുക്കെ ആ ഒരു ബാസ്ക്കറ്റിലേക്ക് പ്ലേസ് ചെയ്യണം. അതാണ് ഒട്ടിപ്പിടി തട്ടിപ്പിടി. ഒട്ടിപ്പിടി, അതെ, വെള്ളിപ്പിടി. നമ്മൾ കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാണ്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. പൊസിഷൻ മാറ്റരുത്. കൈ പിടിച്ച ഫൗളാന്ന് പറയൂട്ടോ. കൈ പിടിച്ച സമാധാനം. വള്ളി. എടാ ഏലത്തോട്ടത്തിലെ ചേച്ചി പോണടാ. കൈ സപ്പോർട്ട് ചെയ്യരുത്. കൈ എവിടെ? കൊട്ടയൊക്കെ വെച്ചു.
അനു കൈ യൂസ് ചെയ്യരുത്. അല്ല ബെൽറ്റ് ലൂസാ. പിടിക്കാം മൈ ഗോഡ്. രണ്ടുപേരും സൈഡ് ആവത്തില്ല പൊന്നടാവേ മണ്ടന്മാരാന്നങ്ങ് തെളിയിക്കുകയാണല്ലോ. ഇങ്ങനെ നിക്ക്. തകച്ച പോ. വാ 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 എടാ വാടാ കോമഡി കളിക്കാം. ഡപ്പ് ഡപ്പ്. ഓക്കേ 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 വാ 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 വാ. പ്ലീസ് പ്ലീസ് പ്ലീസ്. വെരി ഗുഡ് വെരി ഗുഡ്. എന്തായി കാണിക്കണേ ഇവന്മാര്? എന്റെ പൊന്നു. വാടാ തങ്കച്ചടാ. അത് തന്നെ ചാടി. ആരും ബിനിച്ചേട്ടാ ആരും ഗൈഡ് ചെയ്യരുത്. ഗൈഡ് ചെയ്യരുത്, ഗൈഡ് ചെയ്യരുത്. മിണ്ടരുത് മിണ്ടരുത്. അത് പോയിടാ അത് പോയിടാ. ആ കളിയില എന്ത് കിട്ടിയാ? എന്താ നോക്കിയത്? ഇവെന്താണ് ഇത്? കൃഷ്ണ നിനക്ക് LED വാള് കളഞ്ഞൊന്നും പോരാ. കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല. നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റില്ലേ? അതിന് കണക്കൊക്കെ ഉള്ള ഞാൻ അടി ഞാൻ ചാട്ടപ്പാറ അടിയില്ല. പ്രമോല് വരും. പ്രമോദ് വരൂ. പ്രമോദ് വരൂന്ന്. പ്രമോദ് ശരി, ഈ ടോട്ടൽ പോയിന്റ്സ് പറയാം. ബിനിച്ചന്റെ ടീം ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ളത് 8 പോയിന്റ്സ് ആണ്. പക്ഷേ അസിസ്കയുടെ ടീം ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ളത് 6 പോയിന്റ്സ് ആണ്. ദാറ്റ് മീൻസ് ഈ റൗണ്ട് കഴിയുമ്പോൾ ഒരു പക്ഷിയില്ലാണ്ട് ഞാൻ പറയും ജയിച്ചിട്ടുള്ളത് ബിനു അടിമാലി. കൂടത്തുള്ള വന്നില്ല, കുഴപ്പമില്ല, അടുത്ത റൗണ്ടിൽ വരാം. ബിൻചേട്ടാ ആ സെന്ററിൽ നിൽക്കോ. ഇത് ഗെയിം കഴിക്കണേക്കും വടി ഒട്ടാൻ പോകണം. ഇനി ബിൻചേട്ടൻ ഒരു വെല്ല് വിളിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി. ഞാൻ വെല്ലു വിളിക്കണോ? അതെ, എന്താ വിളിക്കണ്ടേ പറഞ്ഞേ? ക്യാപ്റ്റൻ എങ്ങനെ വയറും വീർപ്പിച്ചു? ഞങ്ങൾ അങ്ങാനും തോറ്റാൽ ഇവളെ ഞങ്ങൾ ഫ്രീ ആയിട്ട് തരും. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി പറ. ഞങ്ങള് ജയിച്ചാൽ ഞങ്ങൾ നോക്കും. ഞങ്ങള് ജയിച്ചാൽ ഇതിന് ചുറ്റും നിങ്ങൾ തവളയാടണം. ദാറ്റ്സ് ഗുഡ്. പേക്രോം എന്ന് പറഞ്ഞു തന്നെ ആടണം. പേക്രോം വേണം, കണ്ണ് ഇങ്ങനെയും വേണം. ശരി, ഓക്കെ. അത് ഇവർ ജയിച്ചാൽ ഞങ്ങൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ വേണ്ട, അനുവിന്റെ കുട്ടിത്തം കാണണം. വേറെ ആരും വേണ്ട, അനു മാത്രം ഇവിടെ കിടന്ന് കുട്ടി. അങ്ങനെ വേണ്ട പൊളിച്ചോ. ചില വീടുകളിലെടാ ഈ സൈസ് കുടിയൻ ചേട്ടന്മാരും കാണും. എന്നിട്ട് വൈകുന്നേരം എടുത്തിരിക്കണ അമ്മച്ചി ഇതുപോലത്തെ അമ്മച്ചി ഉണ്ടാവില്ല. എല്ലാവരെയും കൊണ്ട് ശയന പ്രദർശനം. എല്ലാവരും കൊണ്ട് ശയന പ്രദർശനം. നിനക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്. ഈ അര ഊരാറ്റിക്കൽ ഞാനും കിടന്ന് ഉരുളണോ? അല്ല നമ്മളെ വെല്ലുവിളി. അതായത് അസിസ്കയുടെ ടീം തോൽക്കുകയാണെങ്കിൽ അവര് തവളച്ചാട്ടം ചാടണം. ടീമാണ് തോൽക്കണെന്നുണ്ടെങ്കിൽ എല്ലാവരും ശൈന പ്രദർശനം. തവളച്ചാട്ടം കുറച്ച് കടുപ്പാണ്. ലേഡീസ് ഒക്കെ ഓക്കെയാണ്, പെൺകുട്ടികളെല്ലാം ഓക്കെ അല്ലേ? ഫസ്റ്റ് റൗണ്ടില് ബിനിച്ചേട്ടൻ ജയിച്ചിരിക്കുന്നതിന്റെ ആവേശമാണ് ഈ ടീമില്. എന്നാൽ തോറ്റു കഴിഞ്ഞാൽ തവളച്ചാട്ടം ചാടേണ്ടി വരുമല്ലോ എന്നുള്ളൊരു സങ്കടത്തിലാണ് ടീം. പക്ഷേ നിങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ശൈന പ്രദർശനമാണ്. എല്ലാ പക്ഷികളും മുന്നോട്ട് വെച്ചുകൊണ്ട് പക്ഷാഭേദമില്ലാതെ ഇതാ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. കാണിക്കണേന്ന് അറിയാൻ പാടില്ലോ. പറയരുത്. അവിടെ കൈ കൊണ്ട് സപ്പോർട്ട് മൈനസ്. ആണോ? ദേവസേന ഭാഗത്ത് പോവും. ദേവസേന നിന്നെ രക്ഷിക്കാൻ. ചേർന്നില്ല അങ്ങനല്ലേ പറയുന്ന കേള്.
ഓക്കെ പോക്കോ ആ പോയി 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 നിങ്ങൾ ദൈവത്തോടത്ത ട്യൂബിൽ പോയിന്റ് വെറുതെ പോവുള്ളൂ. ട്യൂബിൽ പിടിക്കല്ല ഇല്ലെന്നേ എവിടെ അവളവിടെ പിടിച്ചാണ് ആ പോയി 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 ഇവരുടെ പോയി ഇവരുടെ പോയി വാ കറക്റ്റ് പിടി ഫ്രണ്ട് പോക ആ പോയി 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 അത് പോയി അത് പോയി ആ പോയി 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 ദേവസേന പോയി ഓക്കെ വാ ആ ഫ്രണ്ട് കുഞ്ഞി ആയില്ല അങ്ങനെ പിടിക്കല്ലേ വീട്ട് ആ വാ ആ ഫ്രണ്ട് അങ്ങോട്ട് പിസ്ത വാ എന്ത് രസമുള്ള ഗെയിമാണല്ലേ. നല്ല ടീം സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ഇനി തേർഡ് റൗണ്ടിലേക്ക് പോകണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, കാരണം തീരുമാനം ഞാനല്ലല്ലോ എടുക്കേണ്ടത്. ബിനിഷേടിന്റെ ടീം ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ളത് 8 പോയിന്റ്സ് ആണെങ്കിൽ അസിസ്കയുടെ ടീം ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ളത് 8 - 2 = 5 6 6. So that means ഈ ഒരു ഗെയിമില് നമ്മൾ നോക്കുമ്പോ കൺഗ്രാറ്റുലേഷൻസ് ടു ബിനു അടിമാലി ആൻഡ് ടീം. പക്ഷേ നമ്മളിനി തേർഡ് റൗണ്ടിലേക്ക് പോവാൻ പോവാണ്. അപ്പൊ തേർഡ് റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോ ക്ലൈമാക്സില് ശയന പ്രദർശനം വേണോ അതോ തവള കാണാൻ ഓഡിയൻസിന് ഭയങ്കര ത്രില്ലായിരിക്കും. നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ ശവനപ്രാശമൊന്നുമല്ല, ശയനപ്രദക്ഷിണം. ശരി, ഓക്കെ. അപ്പൊ തേർഡ് റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോ വാശിയേറിയ പോരാട്ടം. എന്താണ് വാവയ്ക്ക് പറയാനുള്ളത്? തവള ചാടാൻ തയ്യാറായിക്കോ. ഓക്കെ, അപ്പൊ ശൈന പ്രദർശനം വേണോ തവളച്ചാട്ടം വേണോ? കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. എടാ പോത്ത എങ്ങോട്ടാ പോണേ? കുഞ്ഞ നീ നേരത്തില്ലേ? മതി 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 മതി. ആരും ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. ഇല്ല, അതാ ഞാൻ മിണ്ടായിരിക്കുന്നതാണ്. വെരി ഗുഡ്. അല്ല മതി മതി മതി. മുട്ടിപ്പോണം. ടീം വേറെ വഴിക്കായിരുന്നു. ഡോണ്ട് ഹെൽപ്പ്. വന്നില്ലേ? ടീം മെമ്പേഴ്സ് ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. ഒന്ന് പറഞ്ഞാടേ. അങ്ങനെയല്ലേ? ടീം എന്താ ചെയ്യണേ? പാവ അസീസ് വിചാരിച്ചേക്കുന്ന എല്ലാം ശരിക്കും ഒന്ന് ഇവനില്ല ഇവൻ ഇല്ല. ലോക പരാജയം. പോയാ താഴെ പോയാ? എടാ കളിക്കലടാ കളിക്കലടാ. എനിക്കിപ്പം പറ്റില്ല. അയ്യോ, നീ ഇങ്ങനെ നിന്നാ എവിടെ കിട്ടും? ഇങ്ങനെ നില്ലേ. ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടൻ. ഇങ്ങനെയൊന്നും അല്ലടാ. ഇത് നമുക്കിന്ന് പോണ്ടേ? ഇവ എവിടെയാ പോയി നിൽക്കണത് നീ? ഞാൻ ഒറ്റ കളിക്കട്ടെ പ്ലീസ്. ഞാൻ ഒറ്റ കളിച്ചോട്ടെ. ഇല്ല ഞങ്ങൾക്ക് ഇനി ഇടണം.
ഇല്ല ഇവനെ ഒറ്റയ്ക്ക് കിടന്ന് തവളച്ചാട്ടം ചാടയുള്ളൂ. നീ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റണേ? പക്ഷെ പാവം നല്ല വേർത്ത് ഈ ഗെയിം ആവശ്യമില്ലാത്ത വേർപ്പാണ്. എന്ത് സ്ട്രാറ്റജിയാണ് ഇതിൽ? കോർഡിനേഷൻ ശരിയല്ല പുള്ളിയുടെ കോർഡിനേഷൻ ശരിയല്ലാത്താണ് പ്രശ്നം. എപ്പിസോഡ് കാണുന്ന ജനങ്ങൾ പറയണേ. 8-2 പോയിന്റ്സ്. ദാറ്റ് മീൻസ് ഇതിലൊരു വാലിഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ശയന പ്രദർശനം പറഞ്ഞിരുന്നു. അത് ശയന പ്രദർശനത്തിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഗെയിം കളിക്കുന്ന സമയത്ത് ട്യൂബിൽ തൊടരുത്, കൈ യൂസ് ചെയ്യരുത്, ഡയറക്ഷൻസ് പറയരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പാളി നമുക്ക് തന്നെ വിളിക്കൂലേ? അല്ലെന്ന് നമുക്ക് തന്നെ റെഡിയല്ലേ? അല്ല അളിയാ, ഇതിന്റെ അകത്ത് എളുപ്പമുണ്ട്. ജേഴ്സി ഇട്ടോ. എടാ ഇവന്മാരെന്തായി കാണിക്കണേ? അല്ല അതിനുള്ള റീസൺ പറയാം. ലക്ഷ്മി എന്താ പറയണ? ബിനിച്ചേട്ടൻ ടീമാണോ? ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം, ഇവര് ശയന പ്രദർശനം ചാലഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ തോറ്റത് അസിസ്കയുടെ ടീം ആയതുകൊണ്ടും ഗെറ്റ് റെഡി ഫോർ തവളച്ചാട്ടം. പിന്നെ വേറെ കാര്യം, കിരീടം മാറ്റി വയ്ക്കുകയാണ്. നമ്മുടെ ടീമിലെ ക്യാപ്റ്റൻ ചൊറിയൻ തവളയായിട്ട് ബിനീഷിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിലെ പക്ഷയുണ്ടാ? പക്ഷയുണ്ട്. പക്ഷയുണ്ടാ? ഇനി പച്ച ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ വക്കീലിനെ വിളിക്കുക. ഹലോ വക്കീൽ, ഒന്ന് കൗണ്ട് ചെയ്യൂ. അതിലെ മൈനസ് പോയിന്റ്സും കൂടെ നമ്മൾ നോക്കുമ്പോ ആറ്റത്തുനിന്ന് തവളച്ചാട്ടം ചാടാൻ റെഡി ആയിക്കോളൂ. അറ്റത്തുനിന്ന് ഇവിടെ കണ്ണ് ഇങ്ങനെ വെക്കണം. അവളുടെ കണ്ണ കാണിച്ചു കൊടുക്കുക. ഒരു റിക്വസ്റ്റ് ഉണ്ട്, അത് ഫേസ്ബുക്കിൽ വിട്ടാൽ മതി. ഇവര് എല്ലാവരും കൂടി തവള ചാടുമ്പോ എല്ലാവരും ഒന്ന് സൈലന്റ് ആയി, വേറെ കമന്റ് ഒന്നും പറയരുത്. എനിക്ക് ഈ ബിനീഷ് ബാസിന്റെ നിക്കറ് കീറണം, ഒച്ച കേൾക്കണം. കണ്ണൂർ സ്ക്വാഡിലൊക്കെ മെഗാസ്റ്റാർ മമ്മൂക്കൊക്കെ കുറ്റാന്വേഷണം തെളിയിക്കുന്ന വലിയ ഒരു ഡെമോ കാണിച്ചു തരാം. നല്ല മനസ്സ് കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത്. ബിനീഷ് ബാസിന്റെ അല്ല ഇവിടെ. 1 2 അതൊക്കെ വന്നാ മതി. 3 സ്റ്റാർട്ട്. അങ്ങോട്ട് ഒരു സൈഡേ ഉള്ളൂ. ഇല്ല അപ്പുറത്ത് പോണം. അങ്ങോട്ട് പോകണ്ടേ? തവളകള് ഇങ്ങോട്ട് വന്നാൽ തിരിച്ചങ്ങോട്ട് വണ്ടി പോകുന്ന കരുതിയോ? ദേവസേന ചെയ്യണ ശരിയല്ല, പന്നിയേലി പോണവരെയാ പോയ. കലാഭവന്റെ ഓടേന്ന് പന്നിയേലി ഇറങ്ങി പോണവരെയാ ദേവസേന പോയത്. ഒരു തവളയുടെ കൂടെ ഒരു വാൽമാക്രി ഉണ്ടായിരുന്നു. ഒരു തവള ആടിയപ്പോഴുള്ള എക്സ്പ്രഷൻ. ഈ തവള നിരന്തരം കളിയായിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഈ എന്റെ സ്ഥാനം ഞാൻ അവന് ഒഴിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. കളിയാക്കുന്നത് ഞാനല്ല, പോലുള്ള ആൾക്കാരാണ് കളിയാക്കുന്നത്. സത്യസന്ധമായ കാര്യം പറയട്ടെ, എന്നെ കളി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ 8-ാം തീയതി മുതല് ഈ വരുന്ന 16-ാം തീയതി ഞാൻ അശോചേട്ടനും കൂടി ഒരു പടം അഭിനയിക്കുക. എത്രാം തീയതി മുതൽ? 8 മുതൽ 16 വരെ. അത് ഈ എപ്പിസോഡ് ഇറങ്ങുമ്പോൾ തീരുമാനം. ശരി, എന്തായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് ബിനു അടിമാലി ആന്റി. സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി ഒരു ഗെയിമിലേക്ക് പോവാണ്. നമ്മൾ സ്റ്റാർ മാജിക്കിൽ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഡമ ഡമ ഗുമ ഗുമ.
ഈ ഗെയിം എങ്ങനെ കളിക്കണ്ടെന്ന് പറഞ്ഞാൽ ഒരു ടീമിൽ നിന്ന് 6 പേര് ഗെയിം കളിക്കണം. ചുരുക്കി പറഞ്ഞാൽ ആരെയും വെറുതെ നമ്മൾ ഇരുത്തൂല എന്നർത്ഥം. ഒരാള് ഇങ്ങനെ കോടതി പ്രതിക്കൂട്ടിൽ കയറി നിൽക്കണം, അവിടെ നിൽക്കണം. അടുത്ത ആള് ഇവിടെ ഈ പൊസിഷനിൽ നിൽക്കുന്നു. മൂന്നാമത്തെ ആള് കുളിക്കാനായിട്ട് ഈ കുളിമുറിയിൽ കയറുന്നു. വ്യക്തമാണോ? ബാക്കിയുള്ള 3 പേരും പുറത്ത് നിൽക്കുന്നു, കുളിസീൻ കാണാനല്ല. ഓക്കെ, അപ്പൊ ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ള പറഞ്ഞുതരാം. ഇവിടെ നിന്ന് ഒരു ബലൂൺ നമ്മൾ തട്ടിക്കൊടുക്കുന്നു. അതിനുശേഷം അടുത്ത ആള് അത് തട്ടിവിടുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ ഇതിന്റെ ഉള്ളിലെ കുളിമുറിയിലുള്ള ആൾക്ക് നമ്മൾ തട്ടിവിടുന്നു. തട്ടിവിടുന്ന ആൾ ഇത് ഹെഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ ക്യാച്ച് ചെയ്യരുത്. ഹെഡ് ചെയ്തിട്ട് ഇങ്ങനെ തട്ടണം, മുകളിലേക്ക് ഹെഡ് ചെയ്യണം. അതിനുശേഷം വീണ്ടും നിങ്ങളുടെ കയ്യിലൊരു നീഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ഇവിടെ. അത് വെച്ചിട്ട് നിങ്ങൾ അതെന്താന്നുള്ള ഉള്ളിൽ കയറുമ്പോൾ മനസ്സിലാക്കി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ബലൂൺ നമ്മൾ പൊട്ടിക്കണം. അതാണ് ടാസ്ക്. സപ്പോസ് എങ്ങാനും നമ്മളിത് നീഡിൽ വെച്ചിട്ട് പൊട്ടിക്കണ സമയത്ത് ഈ ബലൂൺ എങ്ങാനും പറന്ന് പുറത്തേക്ക് വരികയാണെങ്കിൽ ഒരു പണിയില്ലാതെ ഇവിടെ 3 പേര് നിൽക്കുന്നുണ്ടായിരിക്കും. അവർക്ക് തിരിച്ച് ഹെഡ് ചെയ്ത് ഇങ്ങോട്ട് അത് പാസ് ചെയ്ത് കൊടുക്കാം. എപ്പോഴാണോ ഇത് പൊട്ടുന്നത്, ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആള് നീഡിൽ വെച്ച് പൊട്ടിക്കുന്നത്, അപ്പോഴേ ഇവർക്ക് ഒരു പോയിന്റ് കിട്ടുള്ളൂ. ദാറ്റ്സ് ഫൈൻ. ഈ ഗെയിം കളിക്കാൻ എപ്പോഴും യോഗ്യത ഫസ്റ്റ് ടീമാണ്. അതല്ല ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. അവർക്ക് നന്നായിട്ട് കളിക്കാറിയാം. ഞാൻ ജഡ്ജ് ഡിസിഷൻ എടുക്കട്ടെ. ഇന്നത്തെ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽസിൽ ശരിക്കും സ്റ്റാർസിനെ പോലെ ഷൈൻ ചെയ്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ലാതെ നമ്മൾ പറയും ആവർത്തന വിരസതയേ അല്ല ബിനു അടിമാലിയുടെ ടീം. കാരണം പക്ഷേയല്ല, ഒരു സംശയമില്ലാതെ ഒരു പക്ഷേയല്ല. അതുകൊണ്ട് തന്നെ ഈ ഗെയിം ആദ്യമായിട്ട് ഐശ്വര്യത്തോടു കൂടി ഈ ഗെയിം ജയിക്കാൻ വേണ്ടി അങ്കത്തട്ടിൽ കളിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ബിനു അടിമാലി ആൻഡ് ടീം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. കൊണ്ടുവാ ജിഷ സൂപ്പർ. അതൊക്കെ തട്ടട്ടാ, എങ്ങോട്ട് തട്ടിക്കളയാണ്? പേടിക്കല്ലേ അനു, ആദ്യം പൊട്ടിക്കരുത്, ആദ്യം ഹെഡ് ചെയ്യണം. വന്നു തല വെച്ച കുത്ത്. ദേവാ അവള് തല വെച്ച് തട്ടണം. തല വെച്ച് തട്ടിട്ടാണ് ഞാൻ കുത്തിപ്പൊട്ടി. അതെ ക്യാമറ ഉണ്ട് ഇവിടെ. ആ ഫൗള് കാണിച്ച ആളുടെ മുഖം ഒന്ന് കാണട്ടെ. പുറത്തേക്ക് ഇറങ്ങും, വന്നൊന്ന് ചിരിച്ചു കാണിച്ചോളൂ എല്ലാവരെയും. ഒട്ടും ചമ്മിയിട്ടില്ല. പിന്നെ നോക്കൂ, അത് വെറുതെ വെച്ചിട്ടുള്ളതല്ല, അത് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുള്ളതല്ല. അകത്ത് കയറി ആരും കാണൂലെന്ന് വിചാരിച്ചത്. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. അവളെ ഈ ടോയ്ലറ്റിൽ നിന്ന് ഇറക്കി വിടാവോ? അല്ലല്ല, പതുക്കെ തട്ടല്ലേ. ഇനി പൊട്ടിക്കാം. പൊട്ടിച്ചോ. പതുക്കെ തട്ടിയാ മതിയേ. വാവിച്ച്. ഓ, വെരി ഗുഡ്. നീയൊക്കെ അനുവിനെ കളിയാക്കില്ലടാ. വാ. പതുക്കെ മതി കേട്ടപ്പാ. അതന്നെ പതുക്കെ
മതി മോളെ. ഇതെല്ലാവർക്കും സാധിക്കുമല്ലോ. അതൊക്കെ മുട്ടിയാ മതി. ടൈം ഈസ് വെറുതെ ഓക്കെ. ഗെയിം നന്നായിട്ട് ലൈക്ക് ബിൻഷാന്റെ ടീം കളിച്ചു, അനു നല്ല രീതിയിൽ ഗെയിം കളിച്ചു. ടോട്ടൽ പോയിന്റ്സ് നമ്മൾ പറയാം ഏറ്റവും ലാസ്റ്റ്. ഇത്രയേ ഉള്ളൂ. അടുത്ത ടീം കളിക്കട്ടെ. ഏറ്റവും കൂടുതൽ ബലൂൺസ് ലൈക്ക് പൊട്ടിക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പാടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി അസിസ്കയുടെ ടീം ഗെയിം കളിക്കാൻ പോവാണ്. എന്തൊക്കെയോ കാൽക്കുലേഷനിലാണ് കേട്ടോ അവർ കളിക്കണേ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ടൈം ബിനിച്ചേട്ടൻ്റെ ടീം ഗെയിം കളിച്ചതിനേക്കാൾ പെട്ടെന്ന് നിങ്ങൾ തീർക്കുകയാണെങ്കിൽ നിങ്ങളായിരിക്കും ജയിക്കാൻ പോണേ. സോ കൗണ്ട് ഡൗൺ തരികയാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. കുറെ പിടിച്ചു, ഒരുപാട് പിടിച്ചു. ഏകദേശം ഒരു തീരുമാനമായി തോന്നല്ലേ? യെസ് ഓക്കെ ഓക്കെ. കമൺ മോളെ, മോളെ വെരി ഗുഡ് മോളെ, വെരി ഗുഡ് മോളെ. കള്ളക്കളി കള്ളക്കളി റഫറി, കള്ളക്കളി കള്ളകളി കള്ളകളി. ഇത് മുടി വെച്ച് പൊട്ടിക്കാണ്, മുടി വെച്ച് പൊട്ടിക്കാണ്. കള്ളക്കളി. ആ മുടി മറ്റേ ചൂല് പോലെ ഇരിക്കുന്ന മുടി. ഫൗള് 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 ഫൗൾ 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 ഫൗൾ. എടാ ജിഷിനെ, വെരി ഗുഡ്. ആ ഫൗൾ 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 ഫൗൾ. ചേച്ചി ചേച്ചി ഇതില് ഒരെണ്ണമെങ്കിലും ഞാൻ ഫൗള് കളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്കോർ വേണ്ട. ഇതില് അന്ന നമ്മളെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പോയിന്റ്, അതായത് നിങ്ങളെടുത്ത ടൈമിന്റെ അത്രയ്ക്ക് പോലും നമ്മൾ ലൈക്ക് ഇവർക്ക് കൊടുത്തിട്ടില്ല. കാരണം ഓൾറെഡി ഇവർ ആ ഒരു ഗെയിം കളിച്ച് തീർത്തിരുന്നു. ഇപ്പോഴത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 7 പോയിന്റ്സ് ബിനിച്ചേട്ടന്റെ ടീമും 8 പോയിന്റ്സ് അസിസ്കയുടെ ടീമുമാണ്. അല്ല, ഒരു ഒബ്ജക്ഷൻ. ആദ്യത്തെ കളി അവര് കുറെ ഇന്ററപ്റ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇന്ററപ്റ്റ് ചെയ്യാലോ? നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്തല്ലോ. പറ്റൂ. അങ്ങനെയല്ല, നേരത്തെ ജിഷൻ ചേട്ടനും പോയി ഇന്റർപ്രിറ്റ് ചെയ്തിരുന്നു. എന്നെ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈക്വലായില്ലേ? ഓക്കെ, അപ്പൊ ഇനി ഫൈനൽ റൗണ്ടിലേക്ക് നമ്മള് പോവാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. നമ്മളെ കളർ ഏതാ? അനു ചുമപ്പ്, അനു ചുമപ്പ്. തട്ടല്ലേ ഡയാന, ചുമ വെച്ചു കൊടുത്താൽ മതി, തല വെച്ചു കൊടുത്താൽ മതി. ഓക്കെ. അത്ര കുത്തിപ്പൊട്ടില്ലേ? എന്തിനാണ് അതിന് മാത്രം? ഇതുപോലെ മാങ്ങയോ വല്ലോ ആണോ? തങ്കച്ചാ, ഇനി അടുത്ത കൈ കൊണ്ട് കുത്തിപ്പൊട്ടില്ലേ? അത്ര കൊണ്ടാ. മെല്ലെ മെല്ലെ. തട്ടിക്കളയണു. തങ്കച്ചാ
കൈകൊണ്ട് പിടിച്ചു. ഒട്ടിച്ചാ മതി. ഇല്ല അത് ഞാൻ തട്ടി തട്ടി. ആ നീയാണ് അതിൽ തട്ടല്ലേ. മതി മതി മതി. എടാ അസീസേ, ഞാനാ പോയി പോയി താഴോട്ട് താഴോട്ട്. അത് തന്നെ അങ്ങനെ കേട്ടോ അങ്ങനെ കേട്ടോ. ആ ആ ആ വാ വാ. അത് തന്നെ കളി. അനു 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 നീയാണ് തട്ടിക്കളയണം. നീ തട്ടിക്കളി. എന്തിനാ ഒക്കെ തട്ടണേ? തല വെച്ചു കൊടുത്താ മതി. ഇതില് 4 points നമ്മുടെ ബിനുചേട്ടന്റെ ടീമിനാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ 4+1 = എത്രയാ? 5 കൂടത്തുള്ള ജയിച്ചിട്ടുള്ളത് അസീസ്ക ആൻഡ് ടീം. മൂന്ന് ഗെയിം കളിച്ചതിൽ 3-ലും 2 ഗെയിം ഞങ്ങൾ സ്കോർ ചെയ്തിട്ട്, അതായത് എതിരില്ലാതെ ഞങ്ങളത് നശിപ്പിച്ചു കളഞ്ഞതാണ്. ഇത് കള്ളക്കളി കളിച്ച് ഒരു ബോക്സിനകത്ത് ഒളിച്ചിരുന്നും പാത്തിരുന്നിട്ട് കള്ളക്കളി കാണിച്ചിട്ട്. ആര് കള്ളക്കളി അടിച്ച്? എന്തൊക്കെ പറഞ്ഞാലും സത്യന്റെ പേക്കറോ നീ കാണണം. ശരി, ഓൾറെഡി ഡിസിഷൻ എടുത്തു കഴിഞ്ഞതാണ്. അസിസ്കയുടെ ടീമാണ് ജയിച്ചത്. തവളച്ചാട്ടം ചാടുന്നവർക്ക് ചാടാം, ചാടാത്തവർക്ക് 5 അടി. തവളച്ചാട്ടം ആർക്കൊക്കെ വേണം? തവളച്ചാട്ടം തവളച്ചാട്ടം ചാടാൻ പറ്റാത്തവർക്ക് ചാട്ടവാറുകൊണ്ട് അടി. ന്യായമായിട്ടുള്ള 5 അടി. ന്യായമായിട്ടുള്ള കാര്യം. ഞങ്ങളുടെ നാട്ടിലുള്ള തവള 2 കാലയിൽ നടക്കുന്ന തവള എങ്ങനെ ആടിയ കുഴപ്പമുണ്ടോ? ഇത് വിളിക്കുന്ന തവളച്ചാട്ടം ചാടിയാൽ ഓക്കെ. അപ്പോ തോറ്റ ടീം ചാട്ട വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. തവളച്ചാട്ടമാണ് അവർ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അസിസ്ക റെഡിയല്ലേ? റെഡിയാണ്. ടീം റെഡിയല്ലേ? റെഡിയാണ്. 3 റൗണ്ടാണ്. നല്ല തവളകൾ ആ സൈഡിൽ നിൽക്കണം. അവിടെ ക്യാമറ. അനുവന്റെ സെൽഫ് ജാക്കറ്റ്. അതിനിടയിൽ ഒരു കോമഡി. തവളച്ചാട്ടം ചാട്. ജവാനും മുല്ലപ്പൂവും എന്ന സിനിമയിലെ നായകനാണ് ആദ്യമായി തവളച്ചാട്ടം ചാടാൻ വേണ്ടി വരുന്നത്. 1 2 3 മുത്തുകുളം. ബേക്കറി അല്ല പേക്കറോ? അവളൊരു ബേക്കറി അല്ലേ? ബേക്കറി അല്ല പേക്കറോ? പേക്കറോ അല്ലെ മരപ്പെട്ടിയല്ല. തവള തവള നീ ബാക്കി തന്നെ. അവൻ പറഞ്ഞ ബേക്കറി നിന്റെ കൊടുക്കത്തെ പേക്കറോ. അങ്ങനെ ചാട്. ഇതിന്റെ വായെന്ന് പറഞ്ഞ ശൃംഗാര പേക്കറോ ചാട്. അങ്ങനെ ചാട് വാവ. പേക്കറോ വാവ ചാടുന്നു. ഇത് ഉണ്ടാക്കി ഞാനാ പേക്കറോ. നിന്റെ സൗന്ദര്യം ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. കറക്റ്റ് തവള. എന്തായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് അസീസ്ക ആൻഡ് ടീം. അപ്പോൾ രമ ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഈ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് വന്നു? ഇത്ര ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സ്റ്റാർ മാജിക്കിൽ കൂടെ വന്നതുകൊണ്ട് ക്രിസ്മസിന്റെ എൻ്റെ എന്താ പറയാ സെലിബ്രേഷൻ ഇരട്ടിച്ചു. ശരിക്കും എനിക്ക് ഈ സെറ്റിനെ പറ്റി എത്ര പറഞ്ഞിട്ട് മതിയാവുന്നില്ല. വെറുതെ 1 മണിക്കൂർ വന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ 10 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടുന്ന് എണീറ്റ് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു മാന്ത്രിക വലയത്തിൽ ഞാൻ പെട്ടുപോയി. സത്യം. പിന്നെ ഇവിടെ ഈ സെറ്റ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഈ സെറ്റിൽ വെച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടീസ് എന്താണിത്? ഈ സെറ്റ് പോലെ എത്ര കണ്ടാലും മതി വരുന്നില്ല നിങ്ങളെ. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ചിരി, നിങ്ങളുടെ കളികൾ, നിങ്ങളുടെ കൊച്ചു കൊച്ചു നുറുങ്ങു തമാശകൾ, നിങ്ങളുടെ ആരെയും വേദനിപ്പിക്കാത്ത ആ ഒരു കുൽസിത പ്രവർത്തികൾ എല്ലാം കൊണ്ടും എന്നെ
ഞങ്ങളെ ചാർലി ചാപ്ലിനെ പറ്റി 2 വാക്ക്. മഞ്ഞ വാവയാ ആ 2 വാക്ക്. വാവാവോ വാവാവോ പോരെ, ഇത്രയും പോരെ. അല്ലേ ഇനി എന്ത് പറയണം, നിങ്ങളൊരു സംഭവമാണ് കേട്ടാ. പിന്നെ ഇവിടുത്തെ ലൈറ്റ്, സൗണ്ട്, ആർട്ട് അതല്ലേ എന്തിനും വേണ്ടി കട്ടയ്ക്ക് നിൽക്കുന്ന, എന്തിന് അതിന്റെ ഇടയ്ക്ക് മ്യൂസിക് ഇടുന്ന ആ പുള്ളിയെ വരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്ര ഓ അങ്ങനെ എന്ത് സംഭവം. ആരത് കറക്റ്റ് ടൈമിങ്ങിലാണ് ഒരു ക്ലാസിക്കൽ പാട്ടൊക്കെ നേരത്തെ ഇട്ടത്. ചില ട്രോളിന്റെ മറ്റേ ഡയലോഗ്സ് വരുന്നത്. പിന്നെ നമ്മുടെ ഷോ ഡയറക്ടർ അനൂപിനെ പറ്റി പറയേണ്ട കാര്യമില്ല. ഓരോ ദിവസവും ഇങ്ങനെ ബോറടിപ്പിക്കാതെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് 5 വർഷം മുന്നോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഒരുപാട് സന്തോഷം. ന്യൂ ഇയർ വരാൻ പോവാണ്. സോ ഏതായാലും ഈ ഒരു ക്രിസ്മസ് ഇത്രയും ഗ്രാൻഡ് ആക്കി തന്നതില് താങ്ക് യു സോ മച്ച്. ഞാനും അങ്ങോട്ട് താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് എല്ലാം ഒരു ഗംഭീര ഇപ്പൊ തന്നെ പലരും തോമസ് അപ്പൊ രമ ചേച്ചി, അപ്പൊ ഇനിയുള്ള എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഒരുപിടി എന്താ പറയാ നമുക്ക് വീണ്ടും 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 കേൾക്കാൻ തോന്നുന്ന ഒരുപാട് പാട്ടുകൾ ശബ്ദത്തിലൂടെ കിട്ടട്ടെ. അറ്റ് ദ സെയിം ടൈം ഇനിയുള്ള വർഷം എന്താ പറയാ ഒരുപാട് ഗുഡ് ന്യൂസ്, ഒരുപാട് കുതിച്ചുയർന്നൊന്നും ഇല്ലെങ്കിലും ഒരുപാട് കുത്തനെ വീഴാതിരുന്നു. അപ്പൊ എന്തായാലും ക്ലൈമാക്സ് ശുഭാക്കാൻ വേണ്ടിട്ട് ഒരു അടിപൊളി പാട്ടിലൂടെ നമുക്ക് അടിപൊളി പാട്ട് വേണം. വരാം. ഓക്കെ ഓക്കെ യെസ്. എല്ലാവരും പ്ലീസ് ജോയിൻ. Once again, Happy New Year. തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും വരാം ഇതുപോലെ കുറെ ഇന്റർനാഷണൽ കൗണ്ടേഴ്സുമായിട്ട്. ബൈ, ഗുഡ് നൈറ്റ്.